ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കുറച്ചധികം നാളുകൾക്ക് ശേഷം, അതായത് മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. ഇത് സത്യത്തിൽ ഒരു പ്ലാൻഡ് വ്ളോഗോ ഒന്നും അല്ലായിരുന്നു. ഇതൊരു പെട്ടെന്ന് എനിക്കവിടെ കണ്ടപ്പോൾ പിള്ളേർ ഇത്രയും നന്നായി പ്ലാൻ ചെയ്ത് ഷെഡ്യൂൾ ചെയ്തു എന്ന് കണ്ട് അതിശയിച്ച് ഞാനിതൊരു വ്ളോഗാക്കാമെന്ന് പ്ലാൻ ചെയ്തതാണ്. ബിറ്റ്സ് ആൻഡ് പീസസ് ഫോട്ടോസും അവിടുന്ന് എടുത്ത ക്യാപ്ചർ ചെയ്ത വീഡിയോസും എല്ലാം കൂടിയിട്ടാണ് ഞാൻ വ്ളോഗ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റേതായ ഒരു അലൈൻമെൻറ്റ്സ് ഇഷ്യൂ ഒക്കെ നിങ്ങൾക്ക് കാണാം ഇതിനകത്ത്. സോ ഒന്നുമല്ല, ഇവർ ഗണേശ് ചതുർത്ഥി മോർണിംഗ് ടു ഈവനിങ് ആണ് ഇവർ മൊത്തത്തിൽ പ്ലാൻ ചെയ്തു. പിള്ളേർ ഇത്രയും നന്നായി എക്സിക്യൂട്ട് ചെയ്തു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അതിശയിച്ച കാര്യം. അതെന്താണെന്ന് വെച്ചാൽ രാവിലെ തന്നെ ഇവർ ഇതൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ട് ഡെക്കറേഷനും പാരൻസും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ അതിന് വേണ്ട പ്രസാദം കാര്യങ്ങളൊക്കെ പാരൻസ് ആക്കി കൊടുത്തിട്ടുണ്ട് ഈ പിള്ളേരുടെ. ഇത് നമ്മളെ ലേഔട്ടിലെ കുട്ടികളുടെ പേരൻസിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് പ്രസാദവും കാര്യമൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഹുസ്ലി എന്ന് പറഞ്ഞ ഒരു കടലയുടെ പ്രസാദവും പിന്നെ ഒബ്ബട്ടു, ഇവിടെ കർണാടകത്തെ ഒരു സ്പെഷ്യൽ സാധനമാണ് ബോളിന്ന്, അതൊക്കെ കൂടിയിട്ട് വെച്ചിട്ടുണ്ട് ഗണേശന്. പിന്നെ ഇവരെല്ലാവരും കൂടി ഇത്രയും നന്നായി പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരു ബുക്കും വെച്ചിട്ട് ഇത്ര പെർഫോമൻസ് ഉണ്ട്. അതായത് ധ്വനിയുടെ ഒരു സോളോ പെർഫോമൻസ് ഉണ്ടായിരുന്നു, ദിശയുടെ ഒരു സോളോ പെർഫോമൻസ് ഉണ്ടായിരുന്നു, ധ്വനിയും ദിശയും കൂടിയിട്ടൊരു കപ്പിൾ ഡാൻസ് ഉണ്ടായിരുന്നു, ധ്വനിയും മധുവും കൂടിയിട്ട് കപ്പിൾ ഡാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നെന്ന ടൈമിങ്, ഇന്നെന്ന പാട്ട്, പിന്നെ ഗ്രൂപ്പ് ഡാൻസ് ഉണ്ടായിരുന്നു, മയൂരിയും ദിശയും കൂടിയിട്ടൊരു കപ്പിൾ ഡാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ അവർ ഫുൾ എങ്ങനെ പക്ക പ്ലാൻ ആൻഡ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കുട്ടികൾ ഇത്രയും നന്നായി ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഇത്ര വലിയ ഒരു ഇവൻ്റ് ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. പിന്നെ ഒരു ടപ്പാങ്കുത്ത് സോങ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു അടിപൊളി സ്കിറ്റായിരുന്നു ഇവർ പ്രാക്ടീസ് ചെയ്തത്. ആ സ്കിറ്റ് എന്ത് രസമാണെന്ന് വെച്ചാൽ ഗണേശൻ്റെ ഫുൾ സ്റ്റോറിയാണ് അവർ ചെയ്തത്. നമ്മൾ എല്ലാ സ്കൂളുകളിലൊക്കെ ഇത് കാണുന്നതാണ്, പക്ഷേ ഈ കുട്ടികൾ തന്നെ ഇത്രയും ചെയ്യാൻ പറ്റും, ഇത്രയും കഴിവുണ്ടെന്ന് ഞാൻ അറിഞ്ഞത് ആ ഒരു ഇവൻറ്റിന് ശേഷമാണ്. എനിക്ക് ഭയങ്കര സന്തോഷമായി കുട്ടികൾ ഇത്രയും നന്നായി ചെയ്തത്. പിന്നെ ഗണേശ വിസർജനമൊക്കെ ഉള്ള പരിപാടിയാണ്. ഇവിടെ അടുത്തൊരു കൽക്കര ലേക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെയാണ് ഇവരിത് വിസർജന ചെയ്തത്. അത് വെള്ളത്തിൽ കൊണ്ടുപോയി ഇടും ഗണേശനെ. അപ്പം യൂഷ്വലി 1 day 3 days അങ്ങനെ കുറച്ച് ദിവസങ്ങളൊക്കെ വെക്കും. ഇവിടെ വലിയ ഇവൻ്റാണ് ഈ പരിപാടി. പക്ഷേ പിള്ളേർ സ്കൂളിലോട്ട് ഒറ്റ ദിവസത്തിൽ ഇത് ചെയ്തു. ഇത്രയേ ഉള്ളൂ വീഡിയോ. ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്